മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിൽ പുനരാലോചനയ്ക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CP ലത്തീഫ്. ഇക്കാര്യം തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. വിഷയം പാർട്ടി ചർച്ച ചെയ്താണ് തീരുമാനിക്കുക. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, പുനരാലോചനയ്ക്ക് സമയമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തീരുമാനിച്ചില്ല. നിലവിലുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു തീരുമാനത്തെ പുനരാലോചിക്കൂല എന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ലല്ലോ. അതിന്റെ ആവശ്യമാണെങ്കിൽ പുനരാലോചന നടത്തുന്നതിനും സന്നദ്ധമാണ്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി. ജംഷീർ, ആവശ്യമാണെങ്കിൽ പുനരാലോചന നടത്തുന്നതിനും സന്നദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നതിന്റെ ഉള്ളുകളി എന്താണെന്ന് മനസ്സിലായോ? തീർച്ചയായിട്ടും അജിംസ്, അതായത് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ അതിനെതിരെ ആരെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ SDPI മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വിവിധ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും MK ഫൈസി പോലുള്ള ആളുകൾ അതിൽ ഇന്നലെ വരെ അത് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആണ് ഇപ്പോൾ CPI ലത്തീഫ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സമയമുണ്ട്, പുനരാലോചനയ്ക്ക് സമയമുണ്ട്, കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം എന്നുള്ളൊരു തീരുമാനം SDPIയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് SDPIക്ക് അകത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന ആവശ്യം വരുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ CPI ലത്തീഫിന്റെ ഈ സൗണ്ട് ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവിടെ സമാന പേര് KM അഷ്റഫിന് സമാനമായ പേരുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ. ജംഷീർ കൊടിഞ്ഞി, ഇപ്പോൾ ഞാൻ വരാം. ഇപ്പോൾ അഷ്റഫ് ബഡാജെ അല്ലെങ്കിൽ KM അഷ്റഫ് SDPIയുടെ മഞ്ചേശ്വരത്തെ നിലവിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. അഷ്റഫ് ബഡാജെ, SDPI താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കുന്നു എന്ന വിവരമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വിവരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നങ്ങനെ ആരും സ്റ്റേറ്റ് കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ മണ്ഡല കമ്മിറ്റിയോ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രചരണത്തിലാണ്. അഷ്റഫ്, ഈ അല്പം മുമ്പ് ഈ CPI ലത്തീഫ് പറയുന്നത് പുനരാലോചനയ്ക്ക് ഇനിയും സമയമുണ്ട്, പുനരാലോചിക്കില്ല എന്നും നമ്മൾ നിലപാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെ, അല്ല അത് അറിയില്ല, ഞാൻ കണ്ടില്ല. എന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ജില്ലാ കമ്മിറ്റിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിന്നോ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിന്നോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വന്നിട്ടില്ല തീരുമാനം. ആരും എന്നെ വിളിച്ച് പറഞ്ഞുമില്ല. ഞാനിപ്പോ ഒരു രണ്ട് മിനിറ്റ് മുമ്പ്, നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഈ വിഷയമല്ല, വേറെ പ്രചരണം എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അഷ്റഫ്, നിങ്ങൾ മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ നൽകിയപ്പോൾ മറ്റൊരു പേരിലാണ് മത്സരിച്ചതെന്ന് പറയുന്നത് ശരിയാണോ? അത് കള്ളല്ലേ? ഇത് സ്റ്റേറ്റിലുള്ളതല്ലേ? ആ പേര് നോക്കിയാൽ മനസ്സിലാവല്ലോ. 2010 ഞാൻ ബഡാജ വാർഡിൽ നിന്ന് മത്സരിച്ചതാണ്. അവിടെ സ്റ്റേറ്റിലുണ്ടാവല്ലോ, ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റിൽ മത്സരത്തിലുണ്ടാവല്ലോ. നമ്മൾ പറയുന്നതിനേക്കാളും അവിടെ ആ പേര് തെളിവുണ്ടല്ലോ. അവിടെ അഷ്റഫ് KM എന്നാണ് അന്ന് മത്സരിച്ചത്. അപ്പോ ഈ അഷ്റഫ് ബഡാജെ എന്നുള്ളത് താങ്കൾ അറിയപ്പെടുന്ന പേരാണ്? അറിയപ്പെടുന്ന പേര്. എന്നെ നാട്ടിന്റെ പേര് ചേർത്തിട്ട് എന്നെ അറിയപ്പെടുന്നതാണ്. പക്ഷെ എന്റെ പേര് ഇന്ന് ഞാൻ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിക്കുന്ന സമയത്തും അഷ്റഫ് KM തന്നെയാണ് കൊടുത്തത്. ശരി അഷ്റഫ്, ഈ ഇവിടെ മത്സരിക്കണം എന്ന് SDPI തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? പ്രാദേശികമായി മുസ്ലിം ലീഗ്, UDF, കോൺഗ്രസ് ഒക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചോ പല സന്ദർഭങ്ങളിൽ? അതിനുള്ള പ്രതികാരമാണോ ഈ സ്ഥാനാർത്ഥിത്വം? പ്രാദേശികമായി സംസ്ഥാന തലത്തിൽ തന്നെ SDPI, UDF-ഉം LDF-ഉം എല്ലാവരും, അത് നിങ്ങൾ അറിഞ്ഞതല്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങള് സീറ്റ് കുറക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. ഞങ്ങള് സിറ്റിംഗ് സീറ്റിലൊക്കെയും അവര് പരാജയപ്പെടുത്താൻ വേണ്ടി പല രീതിയിലും അവര് ശ്രമിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. അല്ലാതെ വ്യക്തികളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ സംസ്ഥാന കമ്മിറ്റിയാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ഇങ്ങനെ കമ്മിറ്റികൾ തീരുമാനിച്ചതാണ്. അല്ലാതെ ഇത് ഞാനാണോ അല്ലെങ്കിൽ പിന്നൊരാളോ ഒന്നുമല്ല തീരുമാനിച്ചത്. അഷ്റഫ്, ഈ സുരേന്ദ്രൻ, BJP നേതാവ് സുരേന്ദ്രൻ എത്രയോ തവണയായി അവിടെ മത്സരിക്കുന്നു. ചെറിയ വോട്ടുകൾക്കാണ് അദ്ദേഹം പലപ്പോഴും പരാജയപ്പെടുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഒരു BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമായാൽ അത് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാക്കില്ലേ? അവിടെ ഇതേ രീതി ആയിരുന്നു 2006-ലും. UDF-ഉം BJP-യുമായിരുന്നു മത്സരം വന്നു. അന്ന് ആ 3-ാം സ്ഥാനത്ത് ഒന്നുമില്ലായിരുന്ന 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന CPM 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ ജനങ്ങൾക്കറിയാം ആരെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഈ പ്രാവശ്യം 2006-ൽ CPM-നെ ജയിപ്പിച്ച ജനങ്ങൾക്കറിയാം 2026-ൽ SDPI ജയിപ്പിക്കാന്ന് പറഞ്ഞു.
അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ നിങ്ങൾ പിന്നെ ഇവിടെ പറയുന്ന വ്യാജ പ്രചരണങ്ങളൊക്കെയും തെറ്റാണ്. ഇവിടെ ഏതൊരു ഈ മണ്ഡലത്തിലെ മിക്ക ജനങ്ങൾക്കും മിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു രാഷ്ട്രീയ ഇതുള്ള ആൾക്കാരല്ല, നിഷ്പക്ഷമായ ആൾക്കാരാണ്. അവർ കൃത്യമായി മനസ്സിലാക്കി. നിങ്ങളിപ്പോ ഒരു മാസം മുമ്പ് ഇവിടെ പിന്നെ LDF സ്വതന്ത്രനായിട്ട് ഷാനവാസ് ബാദൂർ മത്സരിക്കും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് അവരും പിന്നെ ഷാനവാസ് ബാദൂർ നല്ല പിന്നെ മുന്നിൽ പിന്നെ വിജയ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മത്സരത്തിലേക്ക് വന്നതാണ്. നേരെ മറിച്ച് ആ സമയത്തിന് ശേഷം ഞാൻ ഇറങ്ങുന്നതിന് ശേഷം എനിക്ക് വിജയ സാധ്യത ഉണ്ട്, SDPIക്ക് ഇവിടെ വിജയ സാധ്യത ഉണ്ട്. അത് വെറുതെ പറയുന്നല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിങ്ങൾ വോട്ട് എവിടെ എന്ന് ചോദിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വര ഡിവിഷനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ കണക്ക് നോക്കി. അവിടെ പിന്നെ മുസ്ലിം ലീഗിന്റെ കരുത്തയായ ഇർഫാന ഇക്ബാൽ അവര് മത്സരിച്ചിട്ട് ഒരു മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് പറഞ്ഞിട്ട് പോലും അവര് മത്സരിച്ച ആ വാർഡിൽ ഞങ്ങളെ വോട്ടിന്റെ കണക്കും 4000-ഓളം വോട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ആ ഒരു ഡിവിഷനിൽ. 4000 വോട്ട് കൊണ്ട് ജയിക്കില്ലല്ലോ. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അവിടെ ഞങ്ങളെ പിന്നിലാണ് LDF. ഞങ്ങളവിടെ ആ ഒരു സമയത്ത് ഞാനാ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പിന്നെ ജനങ്ങൾക്കറിയാം, മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് ഇവിടെ 2006 CPM-നെ വിജയിപ്പിച്ച 1ാം സ്ഥാനത്തേക്ക് എത്തിയ ജനങ്ങൾക്കറിയാം 2026 SDPI അവർ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കും. അല്ലാതെ ഈ 5 വർഷത്തിനൊരിക്കൽ വരുന്ന സുരേന്ദ്രൻ ഇവിടെ ജനങ്ങൾ ജയിപ്പിക്കില്ല.